നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിദേശ യാത്ര, വിദേശത്ത് പഠനം, വിദേശ ജോലി, വിദേശ സെറ്റിൽമെൻറ്റ്, അവിടെ സ്ഥിരതാമസം. ഇതൊക്കെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പലരും അതിനെപ്പറ്റി വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നതും അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ കാണിക്കുന്നുണ്ടോ എന്നാൽ ശരിയാണ്. എല്ലാ കാര്യങ്ങളും ജാതക പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഋഷിമാർ നമുക്ക് എല്ലാറ്റിനും ഗൈഡൻസ് തരുന്നുണ്ട്, നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ കൂടി. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. യാത്രയും വിദേശവും ഒക്കെ ആയതുകൊണ്ട് ഈ യാത്രയുടെയും യാത്രാ സൗകര്യത്തിൻ്റെയും യാത്രാ സൗഭാഗ്യത്തിൻ്റെയും ഒരു ദേവത ഉണ്ട്. അത് 12 ആദിത്യന്മാരിൽ ഒരാളായ പുഷാൻ എന്ന ഒരു ഡൈറ്റിയാണ്. പ്രഭാത സൂര്യനാണത്. എല്ലാതരം യാത്രകൾക്കും വഴികാട്ടിയാണ്. എല്ലാ യാത്രകളും ശുഭമാക്കാൻ നമുക്ക് അവസരം തരുന്നത് പുഷാൻ എന്ന ഈ ഒരു ഡൈറ്റിയാണ്. നമുക്ക് അഭിവൃദ്ധിയും എല്ലാം പുഷാൻ നൽകുന്നുണ്ട്. മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൻ്റെ ഡൈറ്റിയാണ് പുഷാൻ. നമുക്ക് ആദ്യം പുഷാൻ എന്ന ഈ ഒരു ഡൈറ്റിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോകാം. വിദേശം, അത് നമ്മുടെ ജാതകത്തിൽ എങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? പ്രധാനമായും നമ്മുടെ ജാതകത്തിൽ വിദേശ സംബന്ധമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കാറുള്ളത് 12ാം ഭാവമാണ്. അതൊരു ദുസ്ഥാനമാണെന്ന് പറയുമെങ്കിലും വിദേശ കാര്യങ്ങളിൽ 12ാം ഭാവത്തിന് പരമപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവം, അത് ദീർഘയാത്രയും പഠനവും ഒക്കെയാണ് 9ാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് 7ാം ഭാവമാണ്. നമ്മുടെ ബിസിനസ് കാര്യങ്ങളിലുള്ള വിദേശ യാത്രകളും മറ്റും കല്യാണം കൂടെ നമ്മൾ ചിന്തിക്കുന്നത് വിദേശത്തോട് ബന്ധപ്പെട്ടുള്ള ചിന്തയാണെങ്കിൽ അത് 7ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. പിന്നെ 4ാം ഭാവം കൂടെ ചിന്തിക്കേണ്ടതാണ്. അത് നമ്മുടെ വീടാണ്. അമ്മ, വീട്, നാട്, ഇതൊക്കെയാണ് 4ാം ഭാവം. പക്ഷെ 4ാം ഭാവത്തിന് ചില വ്യതിയാനങ്ങൾ ജാതകത്തിൽ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ 4ാം ഭാവത്തിന് 12ാം ഭാവമായിട്ട് ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു വിദേശ യോഗമായിട്ട് നമ്മൾ കാണണം. ഇതാണ് ഭാവങ്ങളിൽ വിദേശവുമായിട്ടുള്ള ബന്ധം. ഒപ്പം 1ാം ഭാവം ലഗ്നവും പരിശോധിക്കണം. കാരണം എല്ലാറ്റിൻ്റെയും ഈ ഭാവങ്ങളുടെയും ഒക്കെ സക്സസ് അല്ലെങ്കിൽ അതിൻ്റെ കഴിവുകൾ പൂർണ്ണമാകുന്നത് ലഗ്നവുമായിട്ടുള്ള ബന്ധവും അതിൻ്റെ ബലവും ഒപ്പം വേണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഈ വിലയിരുത്തൽ വിജയിക്കുകയുള്ളൂ. അപ്പോൾ ഈ 4 ഭാവങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കേണ്ടത്
ഏതൊക്കെ ഗ്രഹങ്ങളാണ് വിദേശ സംബന്ധമായിട്ട് നമുക്ക് വഴി കാട്ടിത്തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായി നിൽക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് രാഹുവാണ്. രാഹു ഛായാഗ്രഹം ആണെങ്കിലും ഇത്തരം കാര്യത്തിൽ രാഹു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹം. കാരണം നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും വിദേശയാത്ര, അതിൽ ഒരു ഡിപ്ലോമസി, അവിടെ വിജയിക്കണമെങ്കിൽ നമുക്ക് ഡിപ്ലോമസി ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ ടാക്ടിക്സ്, പുതിയ പുതിയ ടാക്ടിക്സുകളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഈ നമുക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഇല്യൂഷൻ ഉണ്ടാക്കും ഈ രാഹു. ഇതെല്ലാം വിദേശത്ത് നമുക്ക് പ്രയോഗിക്കാനും അത് അവിടെ സക്സസ്ഫുള്ളായി നമ്മുടെ കരിയർ കൊണ്ടുപോകാനും ധനം ഉണ്ടാക്കാനും ഒക്കെയുള്ള വഴികൾ. ധനം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഔട്ട് ഓഫ് വേ ആണ് ഈ രാഹുവിൻ്റെ ധനസമ്പാദനത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ഇതൊക്കെ നമുക്ക് രാഹുവിൽ കൂടി കിട്ടും വിദേശം. അതിന് രാഹു വളരെ ബലവാനായിട്ട് നമ്മുടെ ജാതകത്തിൽ 9-ാം ഭാവത്തിലും 12-ലുമൊക്കെ നിന്നാൽ വിദേശത്തു നിന്നുള്ള ധനസമ്പാദനം, വിജയം, എല്ലാ യോഗങ്ങളും കാണും. അടുത്തത് സൂര്യൻ തന്നെയാണ്. സൂര്യൻ ലഗ്നത്തിലൊക്കെ നിന്നാൽ വളരെ പ്രതാപിയായിട്ട് വിദേശത്ത് ജോലി ചെയ്യാനും അവിടെ നിന്ന് ധനസമ്പാദനത്തിനും ഉള്ള യോഗങ്ങളുണ്ടാകും. അപ്പോൾ ആ ചിന്തിക്കുമ്പോൾ നമ്മൾ 12-ാം ഭാവമോ അല്ലെങ്കിൽ 9-ാം ഭാവമോ ഏതെങ്കിലും ഒരു ഭാവത്തെ കൂടി എടുക്കണം. കാരണം വിദേശം എന്നുള്ള ആ ഒരു വിഷയം ഈ 12, 9, 4 എന്നീ ഭാവങ്ങൾ കൊണ്ടാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. 7. അപ്പോൾ ഈ സൂര്യൻ തന്നെ 5-ലൊക്കെ നിന്നാൽ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ്, ഡിപ്ലോമസിയാണ് പറയുക. വിദേശത്ത് പോയിട്ട് പല വലിയ രംഗങ്ങളിലൊക്കെ ജോലി ചെയ്യാനും വലിയ കോർപ്പറേറ്റ്സുകളിൽ ജോലി ചെയ്യാനൊക്കെയുള്ള യോഗമാണത്. അപ്പോൾ വിദേശത്ത് ജോലി സംബന്ധമായ കാര്യത്തിൽ സൂര്യൻ്റെ പൊസിഷൻ നോക്കി ഈ വിദേശത്തെ അനുകൂലമായ ഭാവങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ സൂര്യൻ വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ വ്യാഴം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് എക്സ്പാൻഷനാണ്. അപ്പോൾ വ്യാഴം വിദേശത്ത് നമുക്ക് വളർച്ച ഉണ്ടാക്കി തരും, യാത്രയുണ്ട്. 9-ാം ഭാവം, കാലപുരുഷന്റെ 9-ാം ഭാവത്തിൻ്റെ ആധിപത്യം അത് വ്യാഴത്തിനാണ്. അപ്പോൾ വ്യാഴം അത് നമുക്ക് ഭാഗ്യത്തെ തരുന്നു, ഉയർച്ചയെ തരുന്നു, വിദേശയാത്രയെ തരുന്നു. ഇങ്ങനെ പല ഘടകങ്ങളും വ്യാഴം കൊണ്ട് നമുക്ക് കിട്ടും. മറ്റൊന്ന് ശനി അത് ഒരു യാത്രയുടെ ഗ്രഹം കൂടിയാണ് ശനി. ഒപ്പം തന്നെ ശനിയുടെ കഴിവിൽ കൂടി, അല്ലെങ്കിൽ ശനിയുടെ ശക്തമായ ജാതകത്തിലെ അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ വിദേശത്ത് പോകുന്നതെങ്കിൽ അത് ഒരു വലിയ ദീർഘ വിദേശ യോഗമാണത്. ശനി അത് എല്ലാത്തിനും ഒരു സ്റ്റാബിലിറ്റി ഉണ്ടാക്കും, അത് പെട്ടെന്ന് ഒഴിഞ്ഞു പോവുകയില്ല. അതുപോലെ തന്നെ വിദേശത്ത് പോകുന്ന ആൾക്കാർക്ക് ജോലി ചെയ്യണം, ജോലി ചെയ്യാൻ തയ്യാറായാലാണ് അവർ സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഇവിടെ ശനി ആണെങ്കിൽ, ശനിയുടെ ശക്തി കൊണ്ടാണ് ഒരു വ്യക്തി വിദേശത്ത് പോകുന്നതെങ്കിൽ അവൻ ഡിസിപ്ലിൻഡ് ആയിരിക്കും, ജോലി ചെയ്യാൻ തയ്യാറായിരിക്കും, അവനൊരു എൻജിനീയറിംഗ് ടാക്ടിക്സ് ഒക്കെ ഉള്ള ആളായിരിക്കും, അവന് നല്ല ജോലിയും അവിടെ ദീർഘകാലം ജീവിക്കാനുള്ള സാധ്യതയും ഉണ്ടാകും. നമുക്കൊരു വിശ്വാസം തന്നെയുണ്ട്, നമ്മൾ 7.5 ശനി നമുക്ക് ദുരിതങ്ങളെ തരുന്നു, അധ്വാനത്തെ തരുന്നു, ഒരുപാട് പ്രശ്നങ്ങളെ തരുന്നു എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്.
അങ്ങനെ തന്നെ വന്നാൽ തന്നെ നമ്മൾ ഏഴര ശനിയുടെ കാലത്ത് വിദേശത്ത് പോകുന്നത് ഒരു നല്ലൊരു വഴിയാണ്. ആ ഏഴര ശനിയുടെ ശക്തി കുറക്കാൻ അത് വളരെ ഉപകരിക്കും. കാരണം വ്യക്തിപരമായിട്ട് ഈ വ്യക്തി അമേരിക്കയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യത്ത് പോകുമ്പോൾ അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഗ്രഹനില വ്യത്യാസപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹനില വ്യത്യാസപ്പെടുകയും അവിടെ പോയാൽ ഈ ഏഴര ശനിയുടെ ശക്തി അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ശക്തി കൂടി വന്നാൽ അവന് വിദേശത്തെ സാധ്യതകൾ കൂടും. വിദേശത്ത് അവന് ജോലി ചെയ്യാനും കഷ്ടത ഓൾറെഡി ആ ഏഴര ശനി പറയുന്നുണ്ട്. ആ കഷ്ടതകൾ അവിടെ അനുഭവിച്ചാൽ മൊണാറ്ററി ബെനിഫിറ്റ്സ് ശക്തമായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ശനിയുടേത്. ഇനിയിപ്പം അടുത്തൊരു യാത്രയുടെ ഗ്രഹം ചന്ദ്രനാണ്. ചന്ദ്രൻ 4-ാം ഭാവത്തിൻ്റെ മാതൃഭാവം ഗ്രഹഭാവമൊക്കെയാണത്. എന്നാലും ബലം കുറഞ്ഞ ചന്ദ്രൻ, അഫ്ലിക്റ്റഡ് ആകരുത്, ബലം കുറഞ്ഞ ചന്ദ്രനാണ് 12-ാം ഭാവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ വിദേശത്തേക്ക് ഉള്ള ഒരു സാധ്യത ഉണ്ട്. അവിടെ കേതു കൂടെ ഉണ്ടെങ്കിൽ, കേതുവിൻ്റെ സാന്നിധ്യം കൂടെ ചന്ദ്രൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ യാത്ര വളരെ ദീർഘിച്ച യാത്രയായി മാറാനും സാധ്യതയുണ്ട്. ഇതാണ് ഗ്രഹങ്ങളുടെ, ഇത് എല്ലാ ഗ്രഹങ്ങൾക്കും ഈ ഒരു ക്വാളിറ്റീസ് വിദേശത്ത് പോയാൽ ഈ 4 വിദേശ സംബന്ധിയായിട്ടുള്ള ഭാവങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ ശക്തന്മാരായ ഗ്രഹങ്ങൾക്കെല്ലാം വിദേശ സാധ്യതകൾ ഉണ്ടാവും, നല്ല സാധ്യതകൾ ഉണ്ടാവും. അതാദ്യം നമ്മൾ പരിഗണിക്കണം. കാരണം ഈ സൂര്യൻ്റെ പ്രത്യേകതയുണ്ട്. സൂര്യൻ രാജാവാണ്. അത് നല്ല സ്ഥാനത്ത് നിന്ന് സൂര്യൻ്റെ ശക്തിയിലാണ് വിദേശത്ത് പോകുന്നതെങ്കിൽ രാജാവിൻ്റെ ആജ്ഞാശക്തിയും അങ്ങനെ തന്നെ ആ രാജ പദവികളും അനുഭവിക്കാനുള്ള യോഗവും ഉണ്ടാകും. ഇനി ഈ വിദേശത്ത് നമ്മൾ പോകുന്നതിന് യോജിച്ച ചില ഗ്രഹനിലകളുണ്ട്, ഗ്രഹയോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം 9-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനും ചേർന്നുള്ള യോഗമാണ്. ധർമ്മ കർമാധിപന്മാർ ചേർന്നുള്ള യോഗം. വിദേശത്ത് ഉയർന്ന സ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ട് ഒരുപാട് പേരും പെരുമയും ഉണ്ടാക്കാനുള്ളൊരു യോഗമാണത്. മറ്റൊരു യോഗം ചന്ദ്രൻ്റെ കൂടെ ഈ കേതു എന്നാൽ സ്ഥിരമായ വിദേശ ജോലികൾ ഉണ്ടാകും. മറ്റൊന്ന് ഈ 7-ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം ഏതെങ്കിലും വിദേശ സംബന്ധമായിട്ടുള്ള ഭാവങ്ങളിൽ നിന്നാൽ കല്യാണത്തിൻ്റെ ബന്ധത്തിൽ വിദേശത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ വിദേശത്ത് പോകാനുള്ള യോഗമാണ്. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും അതിൻ്റെ അതിൻ്റെ ബലമനുസരിച്ച് ഏത് സ്ഥാനത്താണ്, 7-ാം ഭാവത്തിലാണെങ്കിൽ ബിസിനസ്സും മറ്റു കാര്യങ്ങൾ, 9 വിദ്യാഭ്യാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ. എങ്ങനെയായാലും വിദേശത്ത് പോയി അവർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും. ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് ഈ വിദേശ യോഗം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ബലവാന്മാരായ ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളുടെ മഹാദശകളും അപഹാരങ്ങളും അനുയോജ്യമായ സമയത്ത് നമുക്ക് കിട്ടണം. അതാണ് അതിൽ പ്രധാനം. കാരണം ഇപ്പോൾ ശുക്രൻ
നമുക്ക് ഒരു വിദേശ യാത്രക്ക് അനുയോജ്യനായി നിൽക്കുന്നു, നല്ലൊരു ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ശുക്രൻ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ പറ്റുന്ന കാലഘട്ടത്തിൽ വരണം ആ ദശ. എന്നാലേ നമുക്കത് ഉപയോഗപ്രദമാവുകയുള്ളൂ. അതുപോലെ എല്ലാ ഗ്രഹങ്ങളും നമ്മളെ യോഗങ്ങളെല്ലാം നമ്മുടെ മഹാദശയും അന്തർദശയും ഒക്കെ അനുസരിച്ചാണ് അതിൻ്റെ വിജയവും പരാജയവും നമുക്ക് ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിദേശ സംബന്ധമായിട്ട് പറയാനുള്ളത്. ചന്ദ്രനും മാഴ്സും ചേർന്നിട്ടുള്ള ഒരു യോഗമുണ്ട്. അതായത് ചന്ദ്രമംഗള യോഗം. അതും വളരെ നല്ലൊരു വിദേശ യോഗമാണ്. അത് യോഗം അല്ലെങ്കിൽ അത് എക്സ്പെക്റ്റ് ചെയ്താലും പെട്ടെന്നുള്ള വലിയ സാധ്യതകൾ നമുക്ക് വിദേശത്ത് ഉണ്ടാക്കി തരുന്ന ഒരു യോഗമാണത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വിദേശം നമുക്ക് മറ്റൊരു യോഗം ഈ 6, 8, 12 ദുസ്ഥാനങ്ങളാണ്. ഈ ദുസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു ദുസ്ഥാനത്ത് ഈ 3 ദുസ്ഥാനങ്ങളുടെയും അധിപന്മാർ നിന്നാൽ അത് നല്ല ഒരു വിപരീത രാജയോഗമാണ്. ഉയർന്ന തരത്തിലുള്ള വിദേശ സാധ്യതകൾ നമുക്ക് ഉണ്ടാകും. ഇങ്ങനെ പല യോഗങ്ങളും ഉണ്ട് വിദേശ സംബന്ധമായിട്ട്, ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നമുക്ക് അത്രയൊന്നും ഈ ഒരു സമയത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നമുക്ക് ഇത്രയേ പറയാൻ പറ്റൂ. കൂടുതലായിട്ട് വിദേശ സാധ്യതകൾ നമ്മൾ അന്വേഷിച്ചിട്ട് ജാതകത്തിൽ അത് പരിശോധിക്കണം. വിദേശത്തുള്ള സാധ്യതകളെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു മാനസികമായിട്ട് തയ്യാറെടുക്കണം. കൂടാതെ ദൈവ അനുഗ്രഹം ഉണ്ടാക്കണം. അതിന് നമുക്ക് ശിവനെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക. ഒപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച് പുഷാൻ എന്ന 12 സൂര്യന്മാരിൽ ഒരാളായ പുഷാൻ എന്ന ദൈവത്തെ പ്രാർത്ഥിക്കണം. അത് നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൻ്റെ പുഷാനിന് മാത്രമായിട്ടൊരു അമ്പലങ്ങളൊന്നുമില്ല. എപ്പോഴും നമ്മൾ പുഷാന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സൂര്യനെയാണ്. പുഷാനം നമ്മൾ പ്രഭാത സൂര്യനായതുകൊണ്ട് രാവിലെ നമ്മുടെ മുറ്റമൊക്കെ നന്നായിട്ട് അത് വടക്ക് കിഴക്ക് മൂല വൃത്തിയാക്കി അവിടെ എന്തെങ്കിലും വിളക്ക് വെച്ചോ, അല്ലെങ്കിൽ അവിടെ നമ്മൾ എവിടെയെങ്കിലും കൺവീനിയൻ്റായ ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥന നടത്തുന്നത് നല്ലതായിരിക്കും. കുറച്ച് സമയം അല്ലെ അത് പ്രാർത്ഥനയിൽ ആ പ്രദേശത്ത് നമ്മൾ കുറച്ച് സമയം ഈ പ്രഭാത സമയത്ത് ഉപയോഗിക്കുന്നത്, ഒരു പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നതൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടും. നമുക്ക് വിദേശ യാത്രക്കൊക്കെ അതിന് ഒരു സാധ്യത കൂടും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സൂര്യൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, ശിവനെ പ്രാർത്ഥിക്കുക, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഈ വിദേശ യോഗങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ടൈപ്പിലായിരിക്കും. നമുക്ക് എല്ലാ സമയത്തും ഒരു ഗൾഫ് യോഗ ആയിരിക്കില്ല. അത് കഴിഞ്ഞാൽ മറ്റൊരു യോഗം ഉണ്ടാകും. ആ യോഗം നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇത്രയേ ഉള്ളൂ. കൂടുതലായി ഞാൻ പറയുന്നില്ല. തൽക്കാലം ഇത്രമാത്രം.